ബയോടെക്നോളജിയുടെ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ജീൻ തെറാപ്പി അതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കഴിഞ്ഞ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത് മോളിക്യുലാർ ഡയഗ്നോസിസ്. ആ പെർട്ടിക്കുലർ മോളിക്യുലർ തിരിച്ചറിയാനുള്ള അതാണ് മോളിക്യുലാർ ഡയഗ്നോസിസ്. സോ മോളിക്യുലാർ ഡയഗ്നോസിസിൽ ബയോടെക്നോളജി അഥവാ റിക്കോംബിനന്റ് DNA ടെക്നോളജി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ അടുത്തതാണ് മോളിക്യുലാർ ഡയഗ്നോസിസ്. സോ മോളിക്യുലാർ ഡയഗ്നോസിസിൻ്റെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയണം, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, സോ ഒരു പെർട്ടിക്കുലർ ഡിസീസിനുള്ള ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എന്താണ്? എത്രയും പെട്ടെന്ന് ആ അസുഖത്തെ തിരിച്ചറിയുക, ഏർലി ഡയഗ്നോസിസ്. എത്രയും പെട്ടെന്ന് ആ അസുഖം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അതാണ് ഏർലി ഡയഗ്നോസിസ്. അതുപോലെ തന്നെ ആ ഏത് ടൈപ്പ് പാത്തജനാണ് നമ്മുടെ ബോഡിയിൽ കയറിയിരിക്കണേ അതിൻ്റെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ പാത്തോ ഫിസിയോളജി അതും കണ്ടുപിടിക്കുക. സോ ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അത് എത്രയും പെട്ടെന്ന് ഏർലി ഡയഗ്നോസിസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അതിനെ ടെസ്റ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ പാത്തോഫിസിയോളജി മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. സോ ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ഏർലി ഡയഗ്നോസിസ്, എത്രയും പെട്ടെന്ന് അതിനെ തിരിച്ചറിയുക. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പാത്തോഫിസിയോളജി, ആ പാത്തജൻ്റെ ആ ഡിസീസ് കോസിങ് ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ നമുക്ക് കൺവെൻഷനലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഭയങ്കര ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. ഏർലി ഡിറ്റക്ഷൻ അത് ഒട്ടും തന്നെ ഉപകരിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഏർലി ഡിറ്റക്ഷൻ ഉപകരിക്കാത്ത നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള മെത്തേഡുകളാണ്, കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ഡയഗ്നോസിസുകളാണ് സീറം അനാലിസിസ്, അതുപോലെ യൂറിൻ അനാലിസിസ്. സീറം, ആ ബ്ലഡിലെ സീറം, സോ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒരുപാട് ചെയ്യുന്നത്, അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ സീറം അതുപോലെ യൂറിൻ ഇത് അനലൈസ് ചെയ്യണതായിരുന്നു കൺവെൻഷനലായിട്ടുള്ള ഒരു മെത്തേഡ്. ഡിസീസ് ഡയഗ്നോസിസ്, ഈ രോഗനിർണയം നടത്തുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് നമ്മുടെ സീറം അനാലിസിസ്, ബ്ലഡിലെ സീറം, അതുപോലെ തന്നെ യൂറിൻ അനാലിസിസ്. എന്നാൽ ഈ രണ്ട് ടെക്നിക്കുകളും അല്ലെങ്കിൽ ഈ രണ്ട് ഡയഗ്നോസിസ് മെത്തേഡുകളും അത് ഒരു ഏർലി ഡിറ്റക്ഷന് നല്ലതല്ല. അതായത് നമുക്ക് ബോഡിയിൽ ഒരു അസുഖം വന്നാൽ അത് ഏർലി ഡിറ്റക്ഷന് ഉപകരിക്കുന്നവയല്ല ഈ സീറം ആൻഡ് യൂറിൻ അനാലിസിസും. രോഗത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഈ രണ്ട് ടെസ്റ്റുകളും അത്രയ്ക്ക് ഉപകാരപ്രദമല്ല. എന്നാൽ നമ്മുടെ റിക്കോംബിനന്റ് DNA ടെക്നോളജി, അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ്, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR, നമ്മൾ പഠിച്ചതാണ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോബൻ എസ്സേ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോബൻ എസ്സേ അഥവാ ELISA. ഇത്രയും മെത്തേഡുകൾ അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കുകൾ ഏർലി ഡിറ്റക്ഷന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് ഏറ്റവും നേരത്തെ രോഗനിർണയം നടത്താൻ സഹായിക്കുന്ന ടെക്നിക്കുകളാണ് എന്തൊക്കെ? റിക്കോംബിനന്റ് DNA ടെക്നോളജി, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR, അതുപോലെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോബൻ എസ്സേ, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് ELISA. ഇത് ഈ പറഞ്ഞ ഏർലി ഡയഗ്നോസിസ്, രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ടെക്നിക്കുകൾക്ക് എക്സാമ്പിളുകളാണ് ഈ മൂന്നെണ്ണം. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഏതെങ്കിലും ഒരു പാത്തോജൻ ആയിരിക്കാം. സോ ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിൽ കയറി, ആ പാത്തോജൻ നമ്മുടെ ബോഡിയിലെ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്ത് ആ പാത്തോജൻ നമ്മുടെ ബോഡിയിലത്തെ ഒരു ഭാഗമായി മാറി ആ പാത്തോജൻ്റെ എണ്ണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് കൂടാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കുറച്ച് സിംറ്റംസ് കാണിക്കും, അതായത് നമുക്കൊരു രോഗം വന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ കുറേ ലക്ഷണങ്ങൾ കാണിക്കും. സോ കുറേ ലക്ഷണങ്ങൾ ഈ പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറി, ആ പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറി അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ പാത്തജൻ്റെ എണ്ണമാവുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. എന്താണ്? ഡിസീസ് സിംറ്റംസ് കാണിക്കുന്നത്. ആ ഡിസീസ് സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ കയറിയ പാത്തജൻ
അതൊരു പക്ഷേ ബാക്ടീരിയ ആയിരിക്കാം, വൈറസ് ആയിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ബോഡിയിൽ കയറിയ ആ പാത്തജൻ്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദിസ് പാത്തജൻ ഓൾറെഡി വളരെയധികം കൂടിയിട്ടുണ്ടാവും. നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് സിംറ്റം, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കയറിയ പാത്തജൻ ഒരുപാട് കോൺസെൻട്രേഷൻ ആയിട്ടുണ്ട്. അത് ഒരുപാട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഒരു അസുഖമായിട്ട് മാറുന്നതും അത് ആ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നതും. സോ പ്രസൻസ് ഓഫ് എ പാത്തജൻ, വെദർ ഇറ്റ് ഈസ് എ ബാക്ടീരിയ ഓർ എ വൈറസ്, സാധാരണ നോർമലി നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഓൺലി വെൻ ദിസ് പാത്തജൻ പ്രൊഡ്യൂസ് എ ഡിസീസ് സിംറ്റം. എപ്പോഴാണോ ഈ പാത്തജൻ നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് സിംറ്റം, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ഈ പാത്തജനെ തിരിച്ചറിയുന്നത്. അത് പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മൾ ഡയഗ്നോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് യൂറിൻ അനാലിസിസിലൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും? സീറം യൂറിൻ അനാലിസിസിലൂടെ ഈ പാത്തജൻ്റെ എണ്ണം വളരെയധികം കൂടുതലായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മളൊരു ഡിസീസ് സിംറ്റംസ് ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. സോ ഈ പാത്തജൻ്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടി, ഓൾറെഡി ഒരുപാട് കൂടിയിട്ട് ഡിസീസ് സിംറ്റംസ് കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറി എന്ന് അറിയുന്നത്. സോ നമുക്കൊരു രോഗം എന്ന് പറയുന്നത് ഒരുപാട് സിംറ്റംസ് കാണിച്ചത് കൊണ്ടാണ്. നമ്മൾ ആ സിംറ്റംസുമായിട്ടാണ് ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത്. നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് സാധ്യത. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മളോട് ഇന്ന ടെസ്റ്റ് ചെയ്യാൻ പറയും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പാത്തജൻ നമുക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ കയറിയ പാത്തജൻ്റെ അളവ്, കോൺസെൻട്രേഷൻ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ സാധ്യമല്ല. എന്നാൽ വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ തന്നെ, വളരെ ചെറിയ നമ്പറിൽ തന്നെ ഈ പാത്തജൻസിനെ അഥവാ ബാക്ടീരിയ, ഒരു വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഈ വളരെ ചെറിയ അളവിലാണെങ്കിൽ ഈ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ പറയത്തക്കതായ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അതായത് സിംറ്റംസ് ഒന്നും ഈ ഡിസീസിൻ്റെ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും വലിയ തോതിൽ കാണിക്കാത്ത സമയത്ത്, പാത്തജൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ വളരെ കുറവായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഡിസീസിനെ എത്രയും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും ത്രൂ സം മെത്തേഡ്സ്. ആ മെത്തേഡാണ് നമ്മൾ പറഞ്ഞ PCR. സോ നോക്കൂ, വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് പാത്തജൻ. ഈ പാത്തജൻ എന്ന് പറയുന്ന ബാക്ടീരിയ, വൈറസ്, എനി കൈൻഡ് ഓഫ് പാത്തജൻ്റെ വളരെ ചെറിയ കോൺസെൻട്രേഷനിലാണെങ്കിലും ക്യാൻ ബി ഡിറ്റക്റ്റഡ്, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അവരെ തിരിച്ചറിയാൻ പറ്റും ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദെയർ ന്യൂക്ലിക് ആസിഡ്. ഈ പാത്തജൻസിൻ്റെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് കോപ്പി ആംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ത്രൂ നമ്മൾ പറഞ്ഞ മെത്തേഡ് ഏതാണ്? ബൈ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ. അതിലൂടെ നമ്മുടെ ബോഡിയിൽ കയറിയ പാത്തജൻ വളരെ ചെറിയ കോൺസെൻട്രേഷനിലാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരുപാട് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രസൻസ് ഓഫ് പാത്തജൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ PCR ചെറിയൊരു കോൺസെൻട്രേഷന് ഇത്രയും അധികം കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് PCR. സോ PCRൻ്റെ ആ 30 സൈക്കിൾ കഴിയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞതിന് അപ്രോക്സിമേറ്റ്ലി 30 ബില്യൺ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത്രയും 30 ബില്യൺ കോപ്പീസ് നമ്മൾ ഈ പറഞ്ഞ ആ പാത്തജൻ്റെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫൈ ചെയ്ത് അത് നമുക്ക് കാണിച്ചു തരും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു പാത്തജൻ്റെ പ്രസൻസ് ഉണ്ട്. അത് ഏർലി ഡിറ്റക്ഷന് വളരെ ഉപകരിക്കുന്ന ഒരു മെത്തേഡാണ് PCR. എന്നാൽ നോർമൽ നമ്മൾ പറഞ്ഞ സീറം അല്ലെങ്കിൽ യൂറിൻ അനാലിസിസിലൂടെയൊക്കെ ഈ പാത്തജൻ്റെ എമൗണ്ട് ഒരുപാട് കൂടിയാൽ മാത്രമേ അത് നമ്മുടെ ഈ സീറത്തിലും യൂറിനും അനാലിസിസിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ പാത്തജൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കുമ്പോൾ തന്നെ, അതിൻ്റെ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കാതിരിക്കുമ്പോൾ തന്നെ, ആ ഡിസീസിൻ്റെ സിംറ്റംസ് കാണിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പാത്തജനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് PCR. എങ്ങനെയാണ്? ആ പാത്തജൻ്റെ ന്യൂക്ലിക് ആസിഡ് ഒരുപാട് 30 ബില്യൺ കോപ്പീസോളം ആംപ്ലിഫൈ ചെയ്തെടുത്ത് നമുക്ക് ഈ പാത്തജൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ തിരിച്ചറിയാൻ പറ്റും. അത് ഏർലി ഡിറ്റക്ഷനെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ നമ്മൾ ഈ PCR അപ്ലൈ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് HIV-നെ ഡിറ്റക്ട് ചെയ്യാൻ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, എയ്ഡ്സിന് കാരണക്കാരായ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് PCR നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടു ഡിറ്റക്ട് HIV ഇൻ സസ്പെക്റ്റഡ് എയ്ഡ്സ് പേഷ്യൻറ്റ്, നമുക്ക് സംശയമുള്ള, അങ്ങനെ സാധ്യതയുള്ള എയ്ഡ്സ് പേഷ്യൻറ്റിൽ എയ്ഡ്സ്
ഉണ്ടോ, അവരിൽ HIV വൈറസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ഈ PCR നമുക്ക് ഉപയോഗിക്കാം. ബിക്കോസ് അവരുടെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടി വെരി ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഇത്രയും കോപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസീസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ പാത്തജൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ക്യാൻസർ പേഷ്യൻറ്റ്, സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ സംശയമുള്ള ക്യാൻസർ പേഷ്യൻസിൽ അവരുടെ നോർമൽ സെല്ലിൽ നിന്ന് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെ തിരിച്ചറിയാനും, വളരെ ചെറുതായിട്ട് മ്യൂട്ടേറ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ, അത് പക്ഷേ PCR വഴി നമുക്ക് ആംപ്ലിഫൈ ചെയ്ത അതിലൂടെ നമുക്ക് ഹയർ മ്യൂട്ടേഷൻസ് ഇൻ ക്യാൻസർ പേഷ്യൻസിൽ നമുക്ക് കാണാൻ പറ്റും. സോ അവരെയും നമുക്ക് എളുപ്പത്തിൽ രോഗനിർണയം നടത്താൻ സാധിക്കും. സോ PCR ഈ ക്യാൻസർ പേഷ്യൻസിലും അതുപോലെ എയ്ഡ്സ് പേഷ്യൻറ്റിലും ഏർലി സ്റ്റേജിൽ തന്നെ ഇങ്ങനെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിർണ്ണയിക്കാനായിട്ട് PCR സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ജനറ്റിക് പാരമ്പര്യമായിട്ട് വരുന്ന ഒരുപാട് ജനറ്റിക് ഡിസോർഡറിനെയും ഏർലി സ്റ്റേജിൽ തന്നെ ഏറ്റവും നേരത്തെ തന്നെ തിരിച്ചറിയാൻ, ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ മോളിക്കുലർ ഡയഗ്നോസിസിൻ്റെ ഭാഗമായി നമ്മൾ റീകോംബിനന്റ് ടെക്നോളജി PCR, എൻസൈം അനലൈസറിലൂടെയൊക്കെ സാധിക്കുന്നതാണ്. സോ സിംഗിൾ സ്ട്രാൻഡഡ് DNA അല്ലെങ്കിൽ RNA, ഈ സിംഗിൾ സ്ട്രാൻഡഡ് DNA അല്ലെങ്കിൽ RNA ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂളുമായിട്ട് ടാഗ് ചെയ്യുന്നു. ഈ റേഡിയോ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ പേരാണ് പ്രോബ്. സോ പ്രോബ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് മോളിക്യൂളുമായിട്ട് സിംഗിൾ സ്ട്രാൻഡഡ് DNA അല്ലെങ്കിൽ RNA ടാഗ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നു. സോ അലൗ ടു ഹൈബ്രിഡൈസ് വിത്ത് കോംപ്ലിമെൻ്ററി DNA. സോ സിംഗിൾ സ്ട്രാൻഡഡ് DNA അഥവാ RNA റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ അഥവാ പ്രോബുമായിട്ട് എന്ത് ചെയ്യുന്നു? ടാഗ് ചെയ്യുന്നു. നമ്മൾ ലേബിൾ ചെയ്യണ പോലെ ടാഗ് ചെയ്യുന്നു. എന്നിട്ട് ആ സിംഗിൾ സ്ട്രാൻഡഡ് DNA RNA പ്രോബുമായിട്ട് ടാഗ് ചെയ്തതിന് ശേഷം അതിനെ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട്, രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഇൻ എ ക്ലോൺ ഓഫ് സെൽസ്, കുറേ ക്ലോൺ ഓഫ് സെല്ലുകളുടെ ആ ക്ലോൺ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കോപ്പി ഉണ്ടാക്കിയിട്ട് അതിൽ ആ ക്ലോൺ ഓഫ് സെല്ലിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA, അതേ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഒരു RNA പ്രത്യേകത എന്താ? അത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ അഥവാ പ്രോബുമായിട്ട് ടാഗ് ചെയ്തിരിക്കുകയാണ്. സോ അതിനെ നമ്മൾ ഈ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ അനുവദിക്കുന്നു. ആ കോംപ്ലിമെൻ്ററി DNA എന്ന് പറയുന്നത് ക്ലോൺ ഓഫ് സെൽസിലാണ് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ആൻഡ് അതിനുശേഷം ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ഡിറ്റക്ഷൻ യൂസിങ് ഓട്ടോ റേഡിയോഗ്രാഫി. ഇതിലേതൊക്കെ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അഥവാ RNA കോംപ്ലിമെൻ്ററി DNA ആയിട്ട് ഇതിലേതൊക്കെ ഹൈബ്രിഡൈസ് ചെയ്തു എന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യുന്നു? ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുന്നു. ഒരു എക്സ്റേ ഫിലിം പോലത്തെയാണത്. ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുന്നു. സോ ക്ലോൺ ഹാവിങ്, ഈ പറഞ്ഞ ക്ലോൺ ഓഫ് സെല്ലിൽ ക്ലോൺ ഹാവിങ് മ്യൂട്ടേറ്റഡ് ജീൻ, ഏതൊക്കെ ജീനാണോ മ്യൂട്ടേഷൻ സംഭവിച്ചത്, നോർമൽ ഇതിൽ നിന്ന് മ്യൂട്ടേഷൻ സംഭവിച്ചത്, ദാറ്റ് ഈസ് നോട്ട് അപ്പിയർ ഓൺ ഫോട്ടോഗ്രാഫിക് ഫിലിം. സോ ഈ ഓട്ടോ റേഡിയോഗ്രാഫിൽ നമ്മൾ പറഞ്ഞ എക്സ്റേ ഫിലിം പോലെ തന്നെ, സോ ആ ഫോട്ടോഗ്രാഫി ഫിലിമിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ജീനും കാണുകയില്ല. ബാക്കി കോംപ്ലിമെൻ്ററി ആയിട്ട് ഹൈബ്രിഡൈസേഷൻ നടന്നത് മാത്രമേ ആ ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുമ്പോൾ കാണുകയുള്ളൂ. സോ മ്യൂട്ടേഷൻ നടന്നതൊന്നും കാണില്ല. കാരണം ബിക്കോസ് ദ പ്രോബ് വിൽ നോട്ട് ഹാവ് കോംപ്ലിമെൻ്റാരിറ്റി വിത്ത് ദ മ്യൂട്ടേറ്റഡ് ജീൻ. നമ്മൾ ടാഗ് ചെയ്ത ആ പ്രോബിന് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുകൾക്ക് കോംപ്ലിമെൻ്റാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ടുള്ള ആ നമ്മൾ പറഞ്ഞ പ്രോബ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA RNA ആയിട്ടാണ് ടാഗ് ചെയ്തേക്കണത്. അത് നോർമൽ ജീനാണ്. എന്നാൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുകൾക്ക് നമ്മൾ പ്രോബില്ല. നോർമൽ ജീനിന് ആണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ പ്രോബുമായിട്ട് ടാഗ് ചെയ്ത് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA ആയിട്ടാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. സോ നോർമൽ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. എന്നാൽ ആ ക്ലോൺ ഓഫ് സെൽസിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓട്ടോ റേഡിയോഗ്രാഫിയിലെ നമ്മൾ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ക്ലോണുകളിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇതുപോലെ പാത്തജനോ ഡിസീസ് കയറി അവർ മ്യൂട്ടേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവയൊന്നും തന്നെ എന്തായിട്ട് ഈ നമ്മൾ പറഞ്ഞ ടാഗ് ചെയ്ത പ്രോബുമായിട്ട് അവർക്ക് കോംപ്ലിമെൻ്റാരിറ്റി ഉണ്ടാവില്ല. അതാണ് ബിക്കോസ് ദ പ്രോബ് വിൽ നോട്ട് ഹാവ്, നമ്മൾ കൊടുത്ത പ്രോബിന് വിൽ നോട്ട് ഹാവ് കോംപ്ലിമെൻ്റാരിറ്റി, സാദൃശ്യം ഉണ്ടായിരിക്കില്ല ആരുമായിട്ട്, വിത്ത് ദ മ്യൂട്ടേറ്റഡ് ജീൻ. അങ്ങനെ നമുക്ക് മ്യൂട്ടേറ്റഡ് ജീൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും.
സോ മ്യൂട്ടേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്തജൻ നമ്മുടെ ബോഡി കയറി അതിനനുസരിച്ച് നമ്മുടെ ഇതിന് മാറ്റം വരുന്നു, ആ DNA അല്ലെങ്കിൽ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു പറഞ്ഞാൽ അതിന് മാറ്റം വരുന്നു പാത്തജൻ കാരണം. സോ മ്യൂട്ടേറ്റഡ് ജീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ആ ഡിസീസ് അല്ലെങ്കിൽ പാത്തജന് കാരണക്കാരായുള്ള ആൾ നമ്മുടെ ബോഡിയിലുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ ഡയഗ്നോസിസ് ചെയ്യുന്നത്. സോ മ്യൂട്ടേറ്റഡ് ജീനിന് കോംപ്ലിമെൻ്റാരിറ്റിയുള്ള ഒരു പ്രോബ് നമ്മുടെ ഇതിലുണ്ടായിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ആ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNAക്ക് നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂളായിട്ടുള്ള പ്രോബ് എന്ന് പറയുന്നത് ഈ കോംപ്ലിമെൻ്റാരിറ്റിയുള്ള DNA-യുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനേ പറ്റുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഈ DNA RNA മ്യൂട്ടേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, പാത്തജൻ കയറി അത് എഫക്റ്റഡ് ആയിട്ട് മ്യൂട്ടേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെൻ്റാരിറ്റിയുള്ള പ്രോബുകളൊന്നും തന്നെ ഉണ്ടാവില്ല. സോ അവയൊന്നും തന്നെ ഫോട്ടോഗ്രാഫിക് ഈ ഫിലിം അല്ലെങ്കിൽ പ്ലേറ്റിൽ നമുക്ക് ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുമ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ്സേ. എലൈസ എന്ന് പറയുന്നത് അത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രിൻസിപ്പിൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. എലൈസ എന്ന് പറഞ്ഞ രോഗനിർണയം എന്തിനെയാണ്? ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനെയാണ് എടുത്ത് കാണിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രിൻസിപ്പിൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. സോ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം ഒരു ആൻറ്റിജൻ കയറി കഴിഞ്ഞാൽ, ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് ആ ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ സംഭവിക്കും. സോ ആ പ്രിൻസിപ്പിളാണ്, ഇതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ത്രൂ എലൈസ, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. സോ ഇൻഫെക്ഷൻ ബൈ എ പാത്തജൻ, നമ്മുടെ ബോഡിയിൽ ഒരു പാത്തജൻ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ, നമ്മുടെ ബോഡിയിൽ ഒരു പാത്തജൻ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡിറ്റക്റ്റഡ് ബൈ പ്രസൻസ് ഓഫ് ആൻറ്റിജൻ. നമ്മുടെ ബോഡിയിൽ ഒരു പാത്തജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പാത്തജൻ നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ, ആ പാത്തജൻ്റെ ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് അർത്ഥം. ബിക്കോസ് പാത്തജൻ ഈസ് എ ഫോറിൻ പാർട്ടിക്കിൾ, ആൻറ്റിജൻ ഈസ് എ ഫോറിൻ പാർട്ടിക്കിൾ. സോ ആ പാത്തജൻ്റെ പ്രസൻസ് നമുക്ക് ആൻറ്റിജൻ്റെ പ്രസൻസ് എന്ന് പറയാം. സോ ഇൻഫെക്ഷൻ ബൈ എ പാത്തജൻ, നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ പാത്തജൻ വഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് അറിഞ്ഞാൽ മതി. നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പാത്തജൻ കയറിയിട്ടുണ്ട്. പ്രസൻസ് ഓഫ് ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഒരു പ്രോട്ടീൻ ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി എ ഗ്ലൈക്കോപ്രോട്ടീൻ, പ്രോട്ടീൻസ് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻസ് അങ്ങനത്തെ എക്സെട്ര അതുപോലത്തെയുള്ള ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് വഴി നമുക്ക് പാത്തജൻസിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ബൈ എങ്ങനെയാണ്? ഡിറ്റക്റ്റിംഗ് ദ ആൻറ്റിബോഡീസ് സിന്തസൈസ്ഡ് അഗെയിൻസ്റ്റ് ദ പാത്തജൻ. നമ്മുടെ ബോഡിയിൽ കയറിയ ആ പാത്തജൻ അല്ലെങ്കിൽ ആ പാത്തജൻ്റെ ആൻറ്റിജന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ബേസിൽ നമുക്ക് ബൈ ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡിറ്റക്റ്റിംഗ് ദ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സിന്തസൈസ്ഡ് അഗെയിൻസ്റ്റ് നമ്മുടെ ബോഡിയിൽ കയറിയ പാത്തജൻ. സോ ഈ ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ കയറിയ നമ്മുടെ ബോഡിയിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ഇൻട്രാക്ഷനാണ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ്സേയുടെ പ്രിൻസിപ്പിൾ. സോ എലൈസ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? രോഗം നിർണ്ണയം നടത്തുന്നത് നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻസ് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനിലൂടെയാണ് എലൈസ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്.